എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വിവേക്യു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 ജനുവരിയിലെ സെറ്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ദ വേരിയേഷൻ ഓഫ് ഫെർമി എനർജി വിത്ത് ടെമ്പറേച്ചർ ഈസ്. എന്താണ് ദ വേരിയേഷൻ ഓഫ് ഫെർമി എനർജി വിത്ത് ടെമ്പറേച്ചർ ഈസ്? സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ റൈറ്റ് ചോയ്സ്. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളൊരു വഴിയുള്ളൂ. ഇ എഫ് ഇസിക്വൽ ടു ഇ എഫ് സീറോ, സഫിക്സിലാണ് ഈ സീറോ കേട്ടോ. ഈ എഫ് സീറോ എന്ന് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇ എഫ് സീറോ സഫിക്സിലാണ് ഈ സീറോ വരുന്നത്. എഫ് സീറോ കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാലും മനസ്സിലാക്കിയാൽ മതി. ഇ എഫ് സീറോ, ഇ എഫ് ഇസിക്വൽ എന്താണ്? ഇ എഫ് സീറോ ഇൻറ്റു 1 മൈനസ് പൈ സ്ക്വയർ ബൈ 12 എന്താണ്? 1 മൈനസ് പൈ സ്ക്വയർ ബൈ 12. ഇവിടെ കറക്ഷൻ ഉണ്ട്. ഇത് ഓപ്ഷൻസുകൾ ഇ എഫ് ഇസിക്വൽ ടു ഇ എഫ് സീറോ ഇൻറ്റു 1 പ്ലസ് പൈ ബൈ 12 ഇൻറ്റു ഇത് ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ ഇ എഫ് ഇസിക്വൽ ടു ഇ എഫ് സീറോ ഇൻറ്റു 1 പ്ലസ് പൈ സ്ക്വയർ ബൈ 12 ഇൻറ്റു കെ ടി ബൈ ഇ എഫ് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇ എഫ് ഇസിക്വൽ ടു ഇ എഫ് സീറോ ഇൻറ്റു ഇവിടെ ഒരു മൈനസ് മാറണം കേട്ടോ. ഈ മൈനസ് മാറി ഇവിടെ പ്ലസ് മാറി ഇവിടെ മൈനസ് വരണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ഇൻറ്റു കെ ടി ബൈ ഇ എഫ് സീറോ ദ ഹോൾ സ്ക്വയർ ആണ്. ഓപ്ഷൻ ഡി പ്ലസ്, അതങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ മൈനസ് കൊടുക്കണം, പ്ലസ് മാറ്റിയിട്ട് മൈനസ് കൊടുക്കണം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചോയ്സ്. അത് മാത്രം കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് യു കെ ഓഫ് ആർ ഈസ് എ ഫംഗ്ഷൻ വിച്ച് possess the periodicity of the lattice. The wave function of electron moving in a periodic potential is given by. നമ്മൾ ഈ ക്രോണിംഗ് പെന്നി മോഡലൊക്കെ പറയുമ്പോഴാണ് ഈ പീരിയോഡിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പീരിയോഡിക് പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താണ്, ഒരു പീരിയോഡിക് വേവ് ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ പീരിയോഡിക് വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ ആയിരിക്കും. ഇത് കാണാൻ പഠിക്കണം. എന്താണ് സൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്താണ് യു ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ. സൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ. സൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ ആണ് നമ്മുടെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ്. സൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ. സോ ഓപ്ഷൻ ഡി നിങ്ങൾ നോക്കിയേ. ഓപ്ഷൻ ഡി സൈ കെ ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു കെ ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ റൈറ്റ് ചോയ്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഞാൻ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 43 ഡയറക്റ്റ് ചോദ്യമാണ്. ലാഞ്ചവിൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ വരും. അത് പ്രോബ്ലത്തിലൂടെ തന്നെ പറഞ്ഞു പോകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറേ കാടുകയറി കാര്യങ്ങൾ ലാസ്റ്റ് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണാതെ പഠിക്കാൻ പറയുന്നത് അതുപോലെ അങ്ങ് കാണാതെ പഠിച്ചേക്കണം. അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ലാഞ്ചവിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. കോട്ട് എച്ച് എക്സ് മൈനസ് 1/x. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ് കേട്ടോ. യെസ്, അടുത്തത് 44ാമത്തെ ചോദ്യമാണ്. ദ എഫക്റ്റീവ് മാസ് ഓഫ് ബ്ലോക്ക് ഇലക്ട്രോൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് കെ ഈസ് ഗിവൺ ബൈ. ബ്ലോക്ക് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റീവ് മാസിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എം സ്റ്റാർ സമം എന്താണ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഇ ബൈ എന്താണ് ഡി കെ സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായോ? ഡി സ്ക്വയർ ബൈ ഡി കെ സ്ക്വയർ എന്ന് എഴുതാം. നമുക്കറിയാം എച്ച് കട്ട് എന്ന് വെച്ചാൽ എന്താണ്, അത് എച്ച് ബൈ 2π ആണ്. എച്ച് ബൈ 2π, അതായത് എച്ച് കട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4π സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സോ എം സ്റ്റാർ സമം എന്തെഴുതാം? എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4π സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഇ ബൈ എന്താണ് ഡി കെ സ്ക്വയർ എന്ന് എഴുതാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ. ഓപ്ഷൻ ബി റൈറ്റ് ചോയ്സ്. അതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ചോയ്സ്.
45ാമത്തെ ചോദ്യം. ഫോർ സ്ഫെറിക്കലി സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ദ ന്യൂക്ലിയർ ക്വാഡ്രപ്പിൾ മൊമെന്റ് ഈസ്. നമ്മളൊരു സ്ഫെറിക്കലി സിമെട്രിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാഡ്രപ്പിൾ മൊമെന്റുമായിട്ട് ഇത് ന്യൂക്ലിയറിലെ പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ക്വാഡ്രപ്പിൾ മൊമെന്റുമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ക്വാഡ്രപ്പിൾ മൊമെന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഒബ്ലേറ്റ് ഷേപ്പ് ആയിരിക്കും. ഒബ്ലേറ്റ്, ഓക്കെ, അതായത് ന്യൂക്ലിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഒബ്ലേറ്റ് ഷേപ്പ് ആയിരിക്കും. ഇനി ഈ ക്വാഡ്രപ്പിൾ മൊമെന്റ് Q = 0 ആണെങ്കിൽ അത് സ്ഫെറിക്കൽ ആയിരിക്കും, സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇനി ഈ ക്വാഡ്രപ്പിൾ മൊമെന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പ്രൊലേറ്റ് ആയിരിക്കും, പ്രൊലേറ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ലേറ്റ്, സ്ഫെറിക്കല്, അതുപോലെ പ്രൊലേറ്റ്. അപ്പോൾ ഇവിടെ എന്താ, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്ഫെറിക്കലി സിമെട്രിക് ആണെങ്കിൽ ക്വാഡ്രപ്പിൾ മൊമെന്റ് എന്തായിരിക്കും, അത് 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്, 45. അപ്പോൾ അടുത്ത ചോദ്യം, ദ റേഡിയസ് ഓഫ് Cu-64 ന്യൂക്ലിയസ് ഈസ് 4.8 ഫെർമി, ദ റേഡിയസ് ഓഫ് Al-27. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിലെ പ്രോബ്ലം ആണ്, ന്യൂക്ലിയർ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ, R = R0 × A⁻⁴ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ CUൻ്റെ നമുക്ക് എഴുതാം. R എന്താണ്, R0 × A എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 ⁻⁴. അതുപോലെ അതിൻ്റെ R നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 4.8 R0 × 64 എന്ന് പറയുമ്പോൾ 4³ ⁻⁴. അപ്പോൾ ഈ 3യും ഈ ക്യൂബും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 4.8 എന്ത് കിട്ടും, R0 × 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് R0 ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. R0 എത്രയാണ്, 4.8 / 4 എന്ന് എഴുതാം. ശരി, ഇനി നമുക്ക് ALൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും ഇതേ ഇക്വേഷൻ, R = R0 × A⁻⁴. R0 ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ R = 4.8 / 4 × Al-27 ആണ്, 27 ⁻⁴ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 / 4 × 3³ ⁻⁴ എന്ന് എഴുതാം. ഈ 3യും 3യും കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 / 4 × 3 ആണ്, സമം 3.6 ഫെർമി. കണ്ടോ? അപ്പം നമുക്കിപ്പോൾ Al-27 മാത്രം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ R = R0 വരെ നമ്മൾ കോൺസ്റ്റന്റ് പഠിക്കുന്നുണ്ട്, 1.5 അല്ലെങ്കിൽ 1.2 ഫെംകോമീറ്റർ എന്ന് പറഞ്ഞിട്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. പക്ഷേ മറ്റൊരു എലമെന്റ് തന്നിട്ട് വേറൊന്നിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആ എലമെന്റിൽ നിന്നും R0 കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ചിലർ ചോദിക്കും, സാറേ Al-27 നമുക്ക് R0 ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ പോരെയെന്ന്. അങ്ങനെയല്ല, മറ്റൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ ചിലത് കിട്ടും, പക്ഷെ മറ്റൊന്നും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അതിൻ്റെ R0 കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാനായിട്ട്, കേട്ടോ. സോ അങ്ങനെയാണ് നമുക്ക് 3.6 ഓപ്ഷൻ എ കിട്ടുന്നത്. 47ാമത്തെ ചോദ്യം, ദ ടോട്ടൽ ന്യൂക്ലിയർ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ, ദ ടോട്ടൽ ന്യൂക്ലിയർ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ I ബ്രാക്കറ്റിൽ ന്യൂക്ലിയർ സ്പിൻ ഫോർ കാർബൺ 630. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഷെൽ മോഡൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് നമ്മൾ ഈ ന്യൂക്ലിയർ സ്പിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ന്യൂക്ലിയർ സ്പിൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ സ്പിൻ ഇവിടെ ടോട്ടൽ ന്യൂക്ലിയർ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്മൾ NLJ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ഷെൽ മോഡൽ, ന്യൂക്ലിയർ ഷെൽ മോഡൽ പഠിക്കുമ്പോൾ. അവിടുത്തെ ഈ J ആണ് എന്ന് പറയുന്നത് ടോട്ടൽ ന്യൂക്ലിയർ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചോദ്യത്തിൽ I തന്നിട്ടുണ്ടെങ്കിൽ I എന്ന് വിചാരിച്ചാൽ മതി, പക്ഷേ J ആണ് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലുണ്ടാവണം. അപ്പോൾ ന്യൂക്ലിയർ ഷെൽ മോഡൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് അപ്പോൾ ഇവിടെ എന്താണ്, പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്, 6 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണമാണെങ്കിൽ എത്രയാണ്, 13 - 6 ആണ്, സമം 7 എന്ന് കിട്ടും. അപ്പോൾ ന്യൂട്രോണിൻ്റെ ഷെൽ മോഡലാണ് നിങ്ങൾ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എന്താണ്, ന്യൂക്ലിയറിൻ്റെ ഷെൽ മോഡലാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ വരയ്ക്കുന്ന സമയത്ത് 1s1/2 എത്രയാണ്, 1s1/2 ⁻², 1p3/2 ⁻⁴, 1p1/2 ⁻1. അപ്പോൾ എത്രയാണ്,
ജെയുടെ വാല്യൂ എത്രയാ? ഹാഫ് അല്ലേ? കമ്പയർ ചെയ്താൽ മതി, ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഇവിടെ ജെയുടെ ഇവിടെ നോക്ക്, എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുന്നത്? 1 അല്ലേ? അപ്പോൾ എൽ എസ് പി, അപ്പോൾ എൽ ഈക്വൽ ടു 1. ഇത് ജെ ആണ്, ജെ. മനസ്സിലായോ? ഓക്കെ. നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റിൽ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നോക്കിയാൽ മതി, ടോട്ടൽ ന്യൂക്ലിയർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം I4C613. മനസ്സിലായോ? നിങ്ങളിവിടെ ഈ 2s+1 എടുക്കുമല്ലോ, 2s+1, ഇവിടെ നിന്നാണ് സ്പിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ 1 കിട്ടിയിരിക്കുന്നത് മൾട്ടിപ്ലിസിറ്റി ആണ് കേട്ടോ, സ്പിൻ ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ 2s+1 = 1 എന്ന് എഴുതുക, 2s = 1 - 1 എന്ന് എഴുതുക. അപ്പോൾ 2s = 0 എന്ന് കിട്ടും, അതായത് s 0 ആയിരിക്കും എന്നർത്ഥം. മനസ്സിലായോ? മൾട്ടിപ്ലിസിറ്റി ആണ് 1 പറയുന്നത്, s 0 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ സ്പിൻ അല്ല വേണ്ടത്, ഇവിടെ ടോട്ടൽ ന്യൂക്ലിയർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ആണ്. കൺഫ്യൂസിംഗ് ആണ്, ആ ബ്രാക്കറ്റിൽ തരേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സോ നമുക്ക് അങ്ങനെയാണ് ഈ ഹാഫ് ഇൻറ്റിജർ എന്ന് പറയുന്ന ആദ്യത്തെ വാല്യൂ കിട്ടുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് 10 days. ആഫ്റ്റർ 50 days ദ ഫ്രാക്ഷൻ റിമൈനിങ് അൺഡീക്കേഡ്. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 10 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 50 ദിവസത്തിന് ശേഷം എത്രത്തോളം അൺഡീക്കേഡ് ആയിട്ട് അവശേഷിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എങ്ങനെ ചെയ്യാം? നമുക്ക് സിമ്പിൾ ഇക്വേഷൻ അല്ലേ അറിയാവുന്നത്. നമുക്കറിയാം എന്താണ്, n = എന്താണ്, n0 × 1/2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഈ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫുകളാണ്, അത് ഹാഫ് ലൈഫിൻ്റെ എണ്ണമാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഹാഫ് ലൈഫുകളുടെ എണ്ണമാണ് പറയുന്നത്. അപ്പോൾ എത്ര ദിവസമുണ്ട്? 50 ദിവസമുണ്ട്. ഹാഫ് ലൈഫ് എത്രയാണ്? 10. അപ്പോൾ ഈ 50 ദിവസത്തിൽ എത്ര ഹാഫ് ലൈഫ് ഉണ്ട്? 5. അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ n സമം എന്താണ്? n0 × 1/2 എന്ന് എഴുതാം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു n0 ഡിവൈഡ് ബൈ എന്താണ്? 2/5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 2. 2 കൊണ്ട് 2 4, 4 കൊണ്ട് 8, 8 കൊണ്ട് 16, 16 കൊണ്ട് 32. 2/5 ആട്ടോ, 25 അല്ലേ? അതായത് n0 ഡിവൈഡ് ബൈ 32. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ് കേട്ടോ. 49. ബാരയോൺ നമ്പർ ഓഫ് ആൻറ്റി ന്യൂട്രിനോയുടെ ബാരയോൺ നമ്പർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻറ്റി ന്യൂട്രിനോ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ന്യൂട്രിനോയുടെ ബാരയോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ബാരയോണുകൾക്കാണ് ബാരയോൺ നമ്പർ ഉള്ളത്. സോ ആൻറ്റി ന്യൂട്രിനോ എടുക്കുകയാണെങ്കിൽ ബാരയോൺ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ഫോർ ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ഈസ്. കാണാതെ പഠിക്കേണ്ട ആണ്. ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് വെച്ചാൽ E/2mc ആണ്. എന്താണ്? E/2mc. കാണാതെ പഠിക്കൂ. ഒരു ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും എറൗണ്ട് കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? E/2mc ആണ്. എന്താണ്? E/2mc. 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 ബി, ഓപ്ഷൻ ബി ആണ് കേട്ടോ, E/2mc. അടുത്ത ചോദ്യം, എ വൈബ്രേഷൻ ഈസ് രാമൻ ആക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ദ ചേഞ്ച് ഇൻ എന്താണ്? പോളറൈസബിലിറ്റി ഓഫ് മോളിക്യൂൾ അല്ലേ? എന്താണ് പോളറൈസബിലിറ്റി ഓഫ് മോളിക്യൂൾ? നമ്മൾ ഈ പറയുന്ന റൊട്ടേഷൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ, അത് റൊട്ടേഷൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ വൈബ്രേഷൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാലും രാമൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം സംഭവിക്കുന്നതിന് ഒരു സ്പെസിഫിക് കണ്ടീഷനുകളുണ്ട്. അതിൽ ഈ പറയുന്ന രാമൻ ആക്റ്റീവ് ആണുള്ള, വൈബ്രേഷൻ രാമൻ ആക്റ്റീവ് ആണുള്ള കണ്ടീഷനാണ് പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത്. എന്തായിരിക്കണം? ചേഞ്ച് ഉള്ളതായിരിക്കണം. There should be a change in polarizability of the molecule. Option B ആണ് right choice. പഠിച്ചു വയ്ക്കണം. അടുത്തത്, in rotation vibration spectra of diatomic molecule, the lines corresponding to delta J is equal to -1 is called എന്താണ്? P branch ആണ്. എന്താണ്? P ബ്രാഞ്ച് ആണ്. ഓക്കെ, പി ബ്രാഞ്ച്. നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ 3 ബ്രാഞ്ചുകൾ നമ്മൾ പറയുന്നത് അല്ലേ? ഇങ്ങനെ സെൻറ്റർ എടുത്തിട്ട് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട് അല്ല, ഇതിന് നമ്മൾ ക്യൂ എന്ന് പറയും. വലതുവശത്ത് R ബ്രാഞ്ച്, ഇടതുവശത്ത് P ബ്രാഞ്ച് അല്ലേ? അപ്പോൾ ഇത് -1 അല്ലേ, 0 +1. അപ്പോൾ വൈബ്രേഷൻ സ്പെക്ട്രയിൽ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ -1 ആകുകയാണെങ്കിൽ അവയെ പറയേണ്ടതാണ്
പി ബ്രാഞ്ച് എന്നാണ് പറയേണ്ടത്. എന്താണ്? പി ബ്രാഞ്ച്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്, പി ബ്രാഞ്ച്. അടുത്ത ചോദ്യം, ദ ന്യൂക്ലിയസ് വിച്ച് ഗീവ്സ് NMR സ്പെക്ട്രം ഈസ്. NMR സ്പെക്ട്രം തരുന്ന ന്യൂക്ലിയസ്. ഡയറക്റ്റ് ചോദ്യമാണ്, കാണാതെ പഠിച്ചു വയ്ക്കണം. N ആണ്. N 15.7 ആണ്. N15.7. ഇത് കെമിസ്ട്രിക്കാരാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇതിൻ്റെ മറ്റേ ഓഡ് പാരിറ്റി ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിച്ചു വയ്ക്കുക. N15.7 NMR ആക്റ്റീവ് സ്പെക്ട്രം ഉണ്ടാവും. Which of the following molecule does not exhibit a rotational spectrum? റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കാത്തത് ആരാണെന്നുള്ളതാണ്. നമുക്കറിയാം റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കുന്നത് ആരൊക്കെയാ? HBr. കാരണം ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് മോസ്റ്റ്ലി റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കുക. HBr ഉണ്ട്, അതുപോലെ HCl ഉണ്ട്, CO ഉണ്ട്. N2 എന്തല്ല? ഒരു റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കുന്ന ആളല്ല N2 എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയർ ഡസ് നോട്ട് എക്സിബിറ്റ് റൊട്ടേഷൻ സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ N2 ആണ് റൈറ്റ് ചോയ്സ്. ഓപ്ഷൻ ബി. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള 3 പഠിച്ചു വയ്ക്കണം. റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കുന്ന ആളുകൾ HBr, HCl, CO. കേട്ടോ? അടുത്ത ചോദ്യം, the hydrogen atom is in p state, the value of Jr. p സ്റ്റേറ്റിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ ജെയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പം നമുക്കറിയാം എസ് പി ഡി എഫ്, ഇത് വെക്ടർ ആറ്റം മോഡൽ എന്നുള്ള കേട്ടോ. SPDF നമ്മൾ എഴുതുന്നത് അല്ലേ? SPDF നമ്മൾ എഴുതും. അപ്പോൾ എൽ വാല്യൂ എങ്ങനെയാണ്? 0, 1, 2, 3 എന്നാണ് നമ്മൾ എഴുതുന്നത്. നമുക്കറിയാം ജെ എന്ന് വെച്ചാൽ എന്താണ്? ജെ എന്ന് വെച്ചാൽ L+S ഉണ്ട്, അതുപോലെ L-S ഉണ്ട്. അപ്പോൾ പി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എൽ വാല്യൂ 1 ആണ്. അപ്പോൾ 1+ എസിന് എടുക്കാവുന്ന 2 വാല്യൂ ഹാഫ് ആണ്. ഹാഫ് അല്ലെങ്കിൽ 1 - ഹാഫ് ആണ്. 1+ ഹാഫ് എന്ന് പറയുമ്പോൾ 3/2 ആണ്. 1 - ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ എത്രയാണ് ഉത്തരം? 1/2 ഉം 3/2 ആണ് ഉത്തരം. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. അടുത്തത്, microcanonical ensemble is the collection of large number of systems having same dash എന്നുള്ളതാണ് ചോദ്യം. ഈ മൈക്രോ കാനോണിക്കൽ എൻസംബിളുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൈക്രോ കാനോണിക്കൽ എൻസംബിളുകൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. എന്താണ്? ENVT ആയിട്ട് നമ്മൾ പറയും. ആദ്യത്തെ 3 കോൺസ്റ്റന്റ്, അടുത്ത 3 കോൺസ്റ്റന്റ്, അടുത്ത 3 കോൺസ്റ്റന്റ്. ആദ്യത്തേന് നമ്മൾ മൈക്രോ കാനോണിക്കൽ എന്നും, രണ്ടാമത്തതിനെ കാനോണിക്കൽ എന്നും, മൂന്നാമത്തതിനെ ഗ്രാൻഡ് കാനോണിക്കൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൈക്രോ കാനോണിക്കലിൻ്റെ പ്രത്യേകത എന്താണ്? മൈക്രോ കാനോണിക്കൽ എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം എല്ലാം സെയിം ആണ്, വ്യത്യാസം ഉണ്ടാവില്ല, കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറും കെമിക്കൽ പൊട്ടൻഷ്യലാണ് മാറുന്നത്. ഞാൻ അതിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ പറഞ്ഞ് ഓർക്കുന്നുള്ളൂ. എറണാകുളം നോർത്ത് വിയ, തിരുവനന്തപുരം മെയിലെന്ന്. ഇത് കാണാതെ പഠിക്കാൻ കേട്ടോ. ഇത് കാണാതെ പഠിച്ചാൽ, അതായത് മൈക്രോ കാനോണിക്കൽ പറയുമ്പോൾ എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം കോൺസ്റ്റന്റ്. കാനോണിക്കൽ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഗ്രാൻഡ് കാനോണിക്കൽ എന്ന് പറയുമ്പോൾ വോളിയം, ടെമ്പറേച്ചർ, കെമിക്കൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്. അങ്ങനെയാണ് പഠിച്ചു വയ്ക്കേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ചോയ്സ്. നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ക്ലാസ് പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഫോർ എ ഗ്യാസ് മോളിക്യൂൾ ദി ആവറേജ് സ്പീഡ് ഈസ് ഗിവൺ ബൈ. ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നിൻ്റെയും വെലോസിറ്റി ടേമുകൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സിലിണ്ടർ എടുത്ത് ഇതിനകത്ത് കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ് മോളിക്യൂൾസിന് 3 വെലോസിറ്റീസ് നമുക്ക് പറയാൻ പറ്റും. ആ 3 വെലോസിറ്റിയിൽ ഒന്ന് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി VP ആണ്. VP √2kT/m ആണ് ഒരെണ്ണം. VP √2kT/m. അടുത്തത് V ആവറേജ് ആണ്. V ആവറേജ് √8kT/πm ആണ്. എന്താണ്? 8kT/πm ആണ് അത്. ഇനി V RMS ആണെങ്കിൽ ദാറ്റ് ഈസ് √3k/T/m ആണ്. √3k/T/m ആണ് V RMS. അപ്പോൾ VP ഉണ്ട്, V ആവറേജ് ഉണ്ട്, V RMS ഉണ്ട്. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. കാരണം നമുക്ക് വേണ്ട V ആവറേജ് ആണ് പറയേണ്ടത്. മനസ്സിലായോ? പിന്നെ ഇവയുടെ റേഷ്യൂസ് പരിശോധിക്കാം. VP/V ആവറേജിൻ്റെ റേഷ്യോ എന്താണ്? V ആവറേജ്/V RMSൻ്റെ റേഷ്യോ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അത് ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി, VP/V ആവറേജ് ഒക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. അടുത്ത ചോദ്യം, ഫോർ എ ഗുഡ് കണ്ടക്ടർ സ്കിൻ ഡെപ്ത് ഡെൽറ്റ ഈസ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി ഒമേഗ, ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമുക്കറിയാം ഈ സ്കിൻ
ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഒമേഗ റേസ് ടു -1/2 ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, കാണാതെ പഠിക്കേണ്ടതാണ്. ഞാൻ ഡീറ്റെയിലിൽ പോകുന്നില്ല, കാണാതെ പഠിക്കുക. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നൊരു കാര്യമാണ്. അത് തൽക്കാലം അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. യെസ്, അടുത്ത ചോദ്യം. ദ എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വാക്വം. വാക്വത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. ഡയറക്റ്റ് ചോദ്യമാണ്. 12ε0 E² + v² / 2μ0. കാണാതെ പഠിക്കണം കേട്ടോ, സംഭവം ഒന്നുമില്ല. ഇപ്പോൾ ഒരു സിസ്റ്റം എടുത്തു എന്ന് വിചാരിക്കുക. ആ സിസ്റ്റത്തിൽ നിന്നൊരു EM വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. EM വേവ്, ആ EM വേവിന് ഒരു ഇലക്ട്രിക് എനർജിയും ഉണ്ട്. എന്താണ്? ഒരു ഇലക്ട്രിക് എനർജിയും ഉണ്ട്, അതുപോലെ ഒരു മാഗ്നറ്റിക് എനർജിയും ഉണ്ട്. ഇത് ഇലക്ട്രിക് എനർജിയാണ്, മനസ്സിലായി? ഇത് മാഗ്നറ്റിക് എനർജിയാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ചോദ്യം. The maximum current flowing through 10K resistor with a power rating 1 watt is. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6 തന്നിട്ടുണ്ട്. 10 കിലോ ഓം ആണ്. ഇതിനെ നമുക്ക് ഓമിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, ഇനി പവർ റേറ്റിംഗ് തന്നിട്ടുണ്ട്. P = 1 വാട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 1 വാട്ട്. അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I² R ആണ്, ശരിയല്ലേ? അപ്പോൾ I² = P/R ആണ്. സോ I = എന്താണ്? √P/R ആണ്. √P/R ദാറ്റ് ഈസ് ഈക്വൽ തന്നിട്ടുണ്ടല്ലോ. √1 / എത്രയാണ്? 1030 10³ കൊടുക്കുമ്പോൾ, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് √0.01 എന്ന് കിട്ടും. 0.0030 വരും. 01 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ആംബിയർ. അതായത് ഇതിനെ മില്ലി ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 മില്ലി ആംബിയർ എന്ന് കിട്ടും നമുക്ക്. 10 മില്ലി ആംബിയർ. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആംബിയറിലല്ല ഉത്തരം, മില്ലി ആംബിയറിലാണ്. ഓക്കെ, ശരി. ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിൽ ബാക്കി ചോദ്യങ്ങൾ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.